Chapter 1, Page 10, Components of Map. Hi, welcome back. I am planning to go to a temple. അമ്പലത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ഡയറക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കണം. സൗത്തിലോട്ടാണോ നോർത്തിലോട്ടാണോ പോകേണ്ടത് എന്ന് നോക്കണം. എന്താ ചെയ്യാ? ആ മാപ്പ് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. ഐ ഷുഡ് ചെക്ക് ഇഫ് ദർ ഇസ് എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് ടു സീ ഓൺ ദ വേ ടു ടെമ്പിൾ. മാപ്പിലെ സിമ്പിൾസ് നോക്കിയാൽ വഴിയിലെ ഹോസ്പിറ്റൽസ്, ടെമ്പിൾസ്, ബസ് സ്റ്റാൻഡ്, ഹോട്ടൽസ് ഒക്കെ എവിടെയാണെന്ന് മനസ്സിലാകും. ഒരു ഹാൻഡി മാപ്പ് വേണം. അല്ലാതെ ഇത്രയും നീളമുള്ള മാപ്പ് കൊണ്ടു നടക്കാൻ പോസിബിൾ ആണോ? നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ഒരു വലിയ സ്ഥലത്തിൻ്റെ ദൂരവും വഴിയും ഒക്കെ സ്കെയിൽ ഡൗൺ ചെയ്ത് ആക്യുറേറ്റ് ആയി ഒരു ചെറിയ പേപ്പറിൽ വരയ്ക്കുന്നതാണ് മാപ്പ്. സ്കെയിൽ ഇസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ബോട്ടം ലെഫ്റ്റ് കോർണർ ഓഫ് എ മാപ്പ്. This is a linear scale and is a visual ruler printed on a map. It shows the direct relationship between map distance and real world distance. So, distance is an important component of a map. ഇനി അടുത്തത് ഡയറക്ഷൻസ് ആണ്. നോർത്ത്, ഈസ്റ്റ്, സൗത്ത് ആൻഡ് വെസ്റ്റ്. These are called cardinal directions or cardinal points. ടു ഡയറക്ഷൻസിൻ്റെ ഇടയ്ക്കുള്ള ഡയറക്ഷൻസിനെ ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ് എന്ന് പറയും. There are 4 intermediate directions: northeast, southeast, southwest, and northwest. So, directions are an important component of a map. Symbols are another important components of maps. We can show numerous details with the help of symbols in the limited space available on a map. A government body called the Survey of India has fixed a set of symbols for maps of India. A small selection of them is shown here. മനസ്സിലായോ? ഇനി എനിക്ക് അമ്പലത്തിലേക്കുള്ള വഴി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പോട്ടെ, ഉടനെ വീണ്ടും കാണാം. ബൈ.